ഇന്ന് നമ്മൾ ആർമി സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷന് പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ഇവിടെ 5 മിനിറ്റ് ദൂരം പോലും ഇല്ല, ഇവിടെ അടുത്താണ്. ബസ്സിൻ്റെ യാത്ര ഇവിടെ പരിതാപകരമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗേറ്റിലൊക്കെ എൻ്റർ ചെയ്തിട്ട് അകത്ത് കയറി. ഇതാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ എൻ്റർ ചെയ്യണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. പക്ഷേ പ്രോഗ്രാം കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 4:30 പറഞ്ഞെങ്കിലും ഒരു 5:30 കഴിഞ്ഞതിൻ്റെ ശേഷം ആ സമയമൊക്കെ ആയപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുവരെ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഈ 2 കുട്ടികളായിരുന്നു. ഭയങ്കര സംസാരമായിരുന്നു രണ്ടുപേരും ഒന്നിനൊന്ന് സംസാരമായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ അവരെല്ലാം വന്ന് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം CEO ഒക്കെ വരണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഡ്രാമയായിരുന്നു. ഈ ഡ്രാമയ്ക്കകത്ത് എൻ്റെ കൂടെയുള്ള ദീദിയുടെ മോനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഒരു പഞ്ചാബി ഡാൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ കൊച്ചു പിള്ളേർ ഇങ്ങനത്തെ ഉടുപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ ഈ ഒരു പാട്ടൊക്കെ മറ്റൊന്നും എനിക്ക് ഒന്നും മനസ്സിലായില്ല, പഞ്ചാബി ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇതൊക്കെ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ഡിലേ ഉള്ളായിരുന്നു. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നായിരുന്നു സമയം പോയത്. കാരണം ഇങ്ങനെ ഒന്ന് മാറി ഇങ്ങനെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് കൊച്ചു പിള്ളേരെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ആർമി സ്കൂളിൽ നഴ്സറിയും LKG UKG ഇത് 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം വെറും പൊടി പിള്ളേരാണ് ഈ പ്രോഗ്രാം മൊത്തം. പിന്നെ ഈ ഒരു ഡ്രാമ പോലെ ഇവർ ചെയ്ത പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു പോയി. ഭയങ്കര ആർമിക്കാരുടെ ലൈഫ്, അവരുടെ ഒരു ഫാമിലി ലൈഫ്, അവരുടെ ലീവ്, യുദ്ധം അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുൽവാമ അറ്റാക്കും ഒക്കെ ആയിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ചിരുന്ന സമയത്താണ് പിന്നെ LKG പിള്ളേരുടെ ഡാൻസായിരുന്നു. അത് പിന്നെ നല്ല രസമായിരുന്നു. അതൊന്നും കൂടെ ചെറിയ പിള്ളേരായിരുന്നു. അങ്ങനെ അവസാനം പ്രോഗ്രാമൊക്കെ തീരാനായപ്പോഴത്തേക്കും തന്നെ സന്ധ്യയായി. അങ്ങനെ എല്ലാ പിള്ളേരും സ്റ്റേജിലുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് പിള്ളേർ പാരൻസിൻ്റെ അടുത്തോട്ടേക്ക് വന്നത്. അങ്ങനെ നമുക്ക് ഇടയ്ക്ക് റിഫ്രഷ്മെൻ്റൊക്കെ കിട്ടി. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടുന്ന് തന്നെ എടുത്തു. ആ ഡെക്കറേഷൻ ചെയ്തെടുത്തുനിന്ന് തന്നെ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ദീദിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പുറത്തേക്ക് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണിത് റിഫ്രഷ്മെൻറ്റ് നോക്കിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു